പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ് ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷേ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. നമസ്കാരം എന്റെ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. സർ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ സഹകരണ സംഘങ്ങളെ കുറിച്ചൊക്കെ ഏതൊക്കെ രീതിയിൽ നിക്ഷേപിക്കാം, ഏതൊക്കെ തകരാൻ സാധ്യതയുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ, അത് സഹകരണ ബാങ്ക് എന്ന പേരിൽ പ്രവർത്തിക്കുന്നതിന്റെ ആ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നമ്മൾ കൃത്യമായിട്ട് വിവരിച്ചിരുന്നു. ഇന്നിപ്പോൾ പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് GST വെട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇവിടുത്തെ സഹകരണ ബാങ്കുകൾ എന്ന് വിളിക്കുന്ന ബാങ്കുകൾ തന്നെ എടുക്കാം നമ്മൾക്ക്. അത്തരത്തിലും ഈ GST വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കൃത്യമായിട്ടും അത് നടപടി എടുത്തിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന വലിയൊരു ഞെട്ടിക്കുന്ന ഭീഷണികരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് സാർ അതിന്റെ ആ ഒരു നിരീക്ഷണം വരുന്നത്? അതായത് കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയ ചർച്ച, സഹകരണ മേഖലയിലുള്ള പല ആൾക്കാരും വളരെ ആശങ്കയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തെക്കാൾ അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2017 GST നിലവിൽ വന്ന ആ സമയം മുതൽ ഇങ്ങോട്ട് 20 ലക്ഷത്തിലധികം ടേൺ ഓവർ ഉള്ളവരെ GST കൊടുക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്, ഈ രാജ്യത്തുണ്ട്. പക്ഷേ പതിവ് പോലെ രാജ്യത്തെ എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നും ഈ കേരളത്തിൽ ബാധകമല്ല. കാരണം ഇതൊരു കേരളമാണ്, അതുകൊണ്ട് ഇവിടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ധിക്കാരപരമായ ഒരു നിലപാട്, ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടുള്ള ഒരു നിലപാട് കേരള സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒരുപോലെ ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനങ്ങൾ, അതായത് കേരളത്തിലാകെയുള്ള സഹകരണ മേഖല തന്നെ ഗ്രാമതലങ്ങളിൽ തുടങ്ങി സംസ്ഥാന തലം വരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ശൃംഖല നമുക്കുണ്ട്. ഇതിലൊരു 80% ഇടതുപക്ഷവും ബാക്കി 20% കോൺഗ്രസും, അതായത് UDF-ഉം LDF-ഉം കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. പരമ്പരാഗതമായിട്ട് സഹകരണ സൊസൈറ്റികൾ, സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ എന്നൊക്കെ വിവിധങ്ങളായ പേരുകളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് തന്നെയാണെങ്കിലും അത് നിയമവിധേയമായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മുടെ പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം, അര പേജ്, കാൽ പേജ് പരസ്യം ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നും RBIയുടെ നിയമം അനുസരിച്ച് നടക്കുന്നതല്ല. അതുകൊണ്ട് റിസർവ് ബാങ്കിന്റെ ഉത്തരവ് പ്രകാരം ഇപ്പറഞ്ഞതിനൊന്നും ബാങ്ക് എന്ന് പേരിടാൻ പാടില്ല, സഹകരണ സംഘങ്ങൾ, സൊസൈറ്റികൾ എന്നൊക്കെയാണ് ഇടേണ്ടത് എന്നൊക്കെ പറയും. പക്ഷെ അതിനൊക്കെ പുല്ലുവിലയാണ് കേരളം കൽപ്പിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ ദുരന്തത്തെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്നത് 20%, അതായത് 20 ലക്ഷത്തിലധികം ടേൺ ഓവറുള്ള സഹകരണ സംഘങ്ങൾ, സൊസൈറ്റികൾ, ബാങ്കുകൾ എന്ന് വിളിക്കുന്ന അത്തരം സ്ഥാപനങ്ങളെല്ലാം GST കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ GST കൊടുത്തില്ല. അതിനവർ കാരണം പറയുന്നത്, കേന്ദ്രം അങ്ങനെ പലതും പറയും, പക്ഷെ അതൊന്നും നടപ്പാക്കാനൊന്നും ഉള്ളതല്ലല്ലോ. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിൽ ഞങ്ങൾ അത് ചെയ്യില്ല എന്ന ഒരു നിലപാടാണ് കേരളം സ്വീകരിച്ചത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഈ GST കൊടുക്കാത്ത സ്ഥാപനങ്ങൾ, അതായത് ഇടപാടുകാരിൽ നിന്ന് GST വാങ്ങാത്ത, GST വാങ്ങി കേന്ദ്ര ഗവൺമെന്റിൽ അടയ്ക്കാത്ത, കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയല്ല, ഗവൺമെന്റിൽ, എന്താന്ന് ചോദിച്ചാൽ GSTയുടെ പകുതി മാത്രമേ കേന്ദ്രത്തിനുള്ളൂ, പകുതി സംസ്ഥാനത്തിനാണ്. അപ്പോൾ
28% GST ഈടാക്കിയാൽ 14% സംസ്ഥാനത്തിനും 14% കേന്ദ്രത്തിനും. അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നോട്ടീസുകൾ ഇഷ്യൂ ചെയ്ത് തുടങ്ങി എന്നാണ് വാർത്ത. ആർക്കാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? സഹകരണ സംഘങ്ങൾക്ക്, സഹകരണ സൊസൈറ്റികൾക്ക്, സഹകരണ ബാങ്കുകൾക്ക്. 2017 മുതൽ ഇങ്ങോട്ടുള്ള ഈ കുടിശ്ശിക പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയും ചേർത്ത് അടച്ചേ പറ്റൂ. കാരണം ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ്. ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ കിട്ടുന്ന GSTയിൽ പകുതി സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതുമാണ്. സംസ്ഥാനത്തിന്റെ ഒരു വലിയ വരുമാന മാർഗമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ വന്നതായി അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതുപോലെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം കേരളത്തിന്റെ സഹകരണ മേഖലയ്ക്ക് ഒരു കനത്ത ആഘാതമായി മാറും. അതായത് 2017 മുതൽ ഇന്ന് വരെയുള്ള എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7 വർഷക്കാലത്തെ കുടിശ്ശികയുണ്ട്, അതിനുള്ള പിഴപ്പലിശയുണ്ട്, ഇരട്ടിപ്പലിശയുണ്ട്, കൂട്ടുപലിശയുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ സാധാരണ നമ്മൾ അറിയപ്പെടുന്ന സഹകരണ ബാങ്കുകൾ പോലും കോടിക്കണക്കിന് രൂപ GST ആയിട്ട് നൽകേണ്ടി വരും. എന്നാൽ ഇതിലൊരു ബുദ്ധിമുട്ട്, ഒരു കാലഘട്ടത്തിൽ ബാങ്കിൽ ഇടപാട് നടത്തിയിരുന്നവർ, ഇപ്പോൾ ബാങ്കുമായി ബന്ധമില്ലാത്തവർ, ഷെയറൊക്കെ വാങ്ങി പിരിഞ്ഞു പോയവർ, ഇവരിൽ നിന്നൊക്കെ ഇത് ഈടാക്കി വീണ്ടും അടയ്ക്കുക നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ബാങ്ക് അത് കൊടുക്കേണ്ടി വരും. ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കിന് ലാഭമുണ്ടെങ്കിൽ കൊടുക്കാം, നഷ്ടത്തിലാണെങ്കിലോ കൊടുക്കാനും പറ്റാതെ വരും. ഈ ഒരു സാഹചര്യത്തിൽ നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നിയമപരമായ നടപടികളെ നേരിടേണ്ടി വരും. അപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ അപ്പാടെ തന്നെ കനത്ത പ്രതിസന്ധിയിലേക്ക് മാറും. പക്ഷെ എന്ത് സംഭവിച്ചാലും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം പറയും ഇതെല്ലാം BJPയുടെ കുഴപ്പമാണ്, ഇതെല്ലാം നരേന്ദ്രമോദിയുടെ കുഴപ്പമാണ്, ഇതെല്ലാം കേരളത്തെ ഞെരിക്കുകയാണ്, കേരളത്തിനെതിരായിട്ടുള്ള ശത്രുതയാണ്, കേരളത്തെ കടന്നാക്രമിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സഖാക്കന്മാര് തെക്ക് വടക്ക് നടന്ന് വലിയ ബഹളം കൂട്ടും. അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ നെടുങ്ങൽ ലേഖനങ്ങൾ വരും, കവലകൾ തോറും മയക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരമായില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിലെങ്ങനെയാണ് ഈ നിയമത്തെ നേരിടേണ്ടി വരിക, നിയമവിധേയമായി പോകണം. അതോടൊപ്പം തന്നെ നിയമവിധേയമായി പോകുമ്പോൾ സഹകരണ മേഖലയ്ക്ക് കോട്ടം തട്ടാതെ, സഹകരണ പ്രസ്ഥാനങ്ങൾ തകർന്നു പോകാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അപ്പോ ഇതൊരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ആണ് വരാൻ പോകുന്നത്. പക്ഷേ ഇതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ചും തർക്കവിതർക്കങ്ങളിലേക്ക് കടന്നുപോയിട്ടുന്ന ഒരു കാര്യമില്ല. അടിസ്ഥാനപരമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ നിയമങ്ങളെ എല്ലാവർക്കും അംഗീകരിച്ചേ പറ്റൂ, അത് ബാധകമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാതെ ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരമില്ല. അപ്പോൾ ഇവിടെ മാത്രം, കേരളത്തിന് മാത്രം ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനും പറ്റില്ല. അങ്ങനെ മാറി നിന്ന പലവിധ കാര്യങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. ഇപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിൽ, മന്ദിർ എന്ന പേര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിനകത്ത് ഹിന്ദു വർഗീയതയുണ്ട്, ഞങ്ങൾ ഇത് എഴുതില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ വകുപ്പ്, ആരോഗ്യ വകുപ്പ് 2 വർഷക്കാലം കേന്ദ്രത്തിനെതിരെ മസിൽ പിടിച്ചു നിന്നു. അവസാനം എന്ത് പറ്റി? 850 കോടി രൂപ കേന്ദ്രം കിട്ടേണ്ട പണം കിട്ടാതെ വരികയും ആശുപത്രി ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുകയും ചെയ്തപ്പോ അവസാനം വാലും ചുരുട്ടി തലയും താഴ്ത്തി ചെന്ന് ഞങ്ങൾ എഴുതിക്കോളാമെന്ന് പറയുകയും എല്ലായിടത്തും എഴുതി വെച്ച് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ പൈസ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അത് ചെയ്തു. പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റി നിയമങ്ങളെ അട്ടിമറിക്കുകയും യൂണിവേഴ്സിറ്റികളിൽ ബലം പിടിക്കുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ UGCയുടെ ഫണ്ട് പലപ്പോഴും മുടങ്ങി. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ന് ഒക്കെ വരുന്ന വാർത്ത, ഇലക്ട്രിസിറ്റി വകുപ്പിൽ കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ പണം പോലും മേടിച്ചെടുക്കാൻ കഴിയാതെ കേരളത്തിന്റെ ഒരു പ്രത്യേക മസിലുപിടുത്തം കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെട്ടു. ഇങ്ങനെ പുറത്തു വന്ന വാർത്തകൾ തന്നെ 10,000 കോടി രൂപയുടെ നഷ്ടം കേന്ദ്ര വിരുദ്ധ മനോഭാവം കൊണ്ട് മാത്രം കേരളത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ കേന്ദ്രത്തോട് യുദ്ധം ചെയ്യുക, കേന്ദ്രത്തെ എതിർക്കുക, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് പ്രഖ്യാപിക്കുക, അങ്ങനെ കേന്ദ്രത്തിനെതിരെ മസിൽ പിടിക്കുക, അവസാനം തോറ്റു തുന്നം പാടി മുട്ടുകാലെ നിന്ന് എല്ലാം നടപ്പാക്കുകയും ചെയ്യുക. സത്യത്തിൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട്, മലയാളികളോട് വലിയ സഹതാപമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അവരൊക്കെ വളരെ ശക്തമായ
സാമ്പത്തിക മേഖലകൾ, കാർഷിക വ്യാവസായിക വാണിജ്യ മേഖലകൾ കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. പണ്ടൊക്കെ കേരളത്തില് ഈ റോഡ് സൈഡിലെ ട്രെഞ്ച് വെട്ടാൻ വേണ്ടി വരുന്നവരെ പാണ്ടികൾ എന്ന് നമ്മൾ പരിഹസിച്ച് വിളിക്കാൻ തമിഴ്നാട്ടുകാർ. ഇന്നൊരൊറ്റ തമിഴ്നാട്ടുകാരൻ കേരളത്തിൽ പണിയെടുക്കാൻ വരുന്നില്ല എന്ന് മാത്രമല്ല, മലയാളി അങ്ങോട്ടാണ് പണിയെടുക്കാൻ പോകുന്നത്. കാരണം അവിടെ ബിസിനസ്സായി, വ്യവസായമായി, കൃഷിയായി, സാമ്പത്തികമായി. അതുപോലെ ഇപ്പോൾ വരുന്ന, അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഒറീസ, ബീഹാർ, ഉത്തർപ്രദേശ് അങ്ങനെയുള്ളവരായി. ഇപ്പൊ അവരും വരുന്നില്ല, കാരണം അവിടവും വികസിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി പശ്ചിമ ബംഗാളിൽ കൂടി കടന്ന് അവിടുന്ന് വണ്ടി കയറി കേരളത്തിലെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ബാക്കി ഇന്ത്യയുടെ ഭാഗമൊക്കെ വികസിക്കുമ്പോൾ കേരളം മാത്രം ഇപ്പോഴും കടക്കണിയിൽ പെട്ട് കിടക്കുകയും വികസന മുരടിപ്പ് അനുഭവിക്കുകയും ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ നേടിയ വലിയൊരു നേട്ടമാണ് എന്നുള്ള മട്ടിൽ ഞങ്ങൾ കേന്ദ്രത്തെ പ്രതിരോധിക്കുകയാണ്, വർഗീയ ശക്തികൾക്കെതിരാണ് എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് കേരളത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ വൈദ്യുതി ചാർജ് കുറവാണെങ്കിൽ ഓക്കെ, BJP പറയുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ UDF LDF ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ ആരോഗ്യരംഗം ചെലവ് കുറഞ്ഞതാണ് എങ്കിൽ, ഭക്ഷ്യസുരക്ഷ ഇവിടെ ലഭിക്കുന്നുണ്ട് എങ്കിൽ, പെട്രോളിനും ഡീസലിനും വിലക്കുറവാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഓക്കെ, നിങ്ങളാണ് കേമന്മാർ BJP-യെക്കാൾ. ഇതങ്ങനെയല്ലല്ലോ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അവരുടെ സഖ്യകക്ഷി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേരളത്തെ കവച്ചു വെച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളം മാത്രം ഇങ്ങനെ തകർന്നു വീണാൽ മലയാളിക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് മലയാളി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതാണ് ഈ വിഷയത്തിലും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ സഹകരണ മേഖല ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അനുനിമിഷം അനുദിവസം സഹകരണ മേഖല തകർന്നു വീഴുകയും ജനങ്ങൾ ആത്മഹത്യ ചെയ്യുകയും സാമ്പത്തിക സുരക്ഷിതത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ വലിയ വലിയ അന്തർനാടകങ്ങൾ ഉണ്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒളിച്ചു കടത്തലുകൾ ഇതൊക്കെ ഈ സഹകരണ മേഖലയിലൂടെയാണ്. വയനാട്ടിലുണ്ടായ DCC ട്രഷററുടെ ആത്മഹത്യ, അദ്ദേഹത്തിന്റെ മകന്റെ ആത്മഹത്യ, അതിന്റെ ഫലമായി നിലവിലുള്ള MLA സുൽത്താൻ ബത്തേരി MLA-യും DCC പ്രസിഡന്റും DCC ട്രഷററും മുൻ ട്രഷററും ഒക്കെ ഒളിച്ചു പോയിരിക്കുന്നു. പിടികിട്ടാപ്പുള്ളികളായിട്ട് അവർ സംസ്ഥാനം വിട്ടിരിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഈ സഹകരണ മേഖലയെ കൊള്ളയടിക്കുകയാണ്. സഹകരണ മേഖലയെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊള്ളയടിക്കുക. അപ്പോൾ അതിനെതിരായിട്ടാണ് ഇതുപോലെയുള്ള നിയമങ്ങളും കൃത്യമായ നടപടിക്രമങ്ങളും ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് രാജ്യ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഒരുപോലെ ആവശ്യമാണ്. പക്ഷെ ഇത് സത്യം മലയാളി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും സമ്പന്നനാകും, മലയാളി ദരിദ്രനാകും. നമ്മൾ പരിപാവനമായി പരമഭദ്രമാണ് എന്ന് കരുതിയിരുന്ന ബാങ്കുകളൊക്കെ പൊട്ടി തകർന്ന് നാമാവശേഷമാകും. സാധാരണ മലയാളി സമ്പാദിച്ചു വെച്ച പണം മുഴുവൻ പെരുവഴിയിലായി പോകും, കൊള്ളയടിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് കേന്ദ്രം ഈ തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അതിന് കേന്ദ്രവിരുദ്ധ സമരം നടത്തി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിയമവിധേയമായി, നിയമാനുസൃതമായി ഈ നിയമം കേരളത്തിലും നടപ്പാക്കുക. അതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അംഗീകരിക്കാം, അവിടെയൊക്കെ നടപ്പാക്കാം. പക്ഷെ കേരളത്തിൽ മാത്രം നടപ്പില്ല എന്ന് പറയുമ്പോൾ കേരളം എന്താ ഭാരതത്തിലല്ലേ എന്നുള്ള ചോദ്യം ന്യായമായി നമുക്ക് ചോദിക്കേണ്ടി വരും. മറ്റൊന്നാണ് സാർ, ഈ GST വിഹിതം കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇവരുടെ ഇത് കണക്ക്. അപ്പോൾ കൃത്യമായിട്ട് കേന്ദ്രം പറയാറുണ്ട്, നിങ്ങൾ കണക്ക് തരൂ എന്ന് നിർമ്മലാ സീതാരാമൻ ജി എത്രയോ തവണ ഉച്ചത്തിൽ ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ ആവശ്യപ്പെടാറുണ്ട്. നിങ്ങൾ ഇത്ര കണക്ക് തന്നാൽ അതിന് നിങ്ങളുടെ വിഹിതം അവകാശമാണ്, നിങ്ങൾ വാങ്ങിയെടുക്കുന്നു പറ. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ കാണിക്കുന്നത് ഇതാണ് എന്നൊന്നും കാണിക്കുന്നില്ല. അത് വിട്ടുകളയാം നമുക്ക്. ഇതിപ്പോൾ BJP ആയതുകൊണ്ട് മാത്രമാണ് സർ കേരളത്തില് ഇപ്പോ ഈ ഒരു മോദി സർക്കാർ അതല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണോ ഇവിടെ ഇങ്ങനെ കണക്ക് കൊടുക്കാത്തതും അതല്ലെങ്കിൽ ഈ പറയുന്ന പിരിച്ചെടുക്കാത്തതും ഒക്കെ ഈ 2017 ശേഷം മാത്രമാണോ? മുൻപത്തെ കണക്കുകളോ മറ്റോ ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഹിസ്റ്ററി വരുന്നത്? അങ്ങനെയല്ല. ഈ GST വരുന്നതിനും BJP വരുന്നതിനും മുൻപ് ഈ പതിവ് കൊള്ള എന്ന് പറയുന്നത് ന്യായമായി നടക്കുന്ന ഒരു വസ്തുതയായിട്ടാണ് കേരളം ധരിച്ചിരുന്നത്. അതായത് ഈ കൊള്ള എന്ന് പറയുന്നതാണ് ന്യായം, നിയമം എന്ന് പറയുന്നതും നികുതി എന്ന് പറയുന്നതുമൊക്കെ അക്രമമാണ്. നികുതി പിരിക്കരുത്, നിയമം നടപ്പാക്കരുത്, ഞങ്ങളുടെ യഥേഷ്ടം ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരണം
എന്നുള്ള ഒരു മുഷ്കായിരുന്നു, അഹങ്കാരമായിരുന്നു കേരളത്തിലുണ്ടായത്. എന്നാൽ അതുകൊണ്ട് ആർക്കെങ്കിലും നേട്ടമുണ്ടായോ? നേട്ടമുണ്ടായത് നേതാക്കന്മാർക്ക് മാത്രം. ജനങ്ങൾ പാപ്പരായി. അപ്പോൾ ഇക്കാര്യത്തിൽ LDFും UDFും പരസ്പരം സഹായിച്ചിരുന്നു. ഞാനൊരിക്കൽ നമ്മുടെ ചാനലിൽ തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഈ സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ LDF UDFിന്റെ പരസ്പര സഹായം എന്ന് പറയുന്നത്, ഇപ്പോ ഒരു സ്ഥലത്ത് LDF മാത്രം ഭരിക്കുന്ന ഒരു ബാങ്കില് UDFിന്റെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു, UDF മാത്രം ഭരിക്കുന്നിടത്ത് LDFന് ജോലി കൊടുക്കുന്നു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. നിയമപരമായി തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതുപോലെ തന്നെയാണ് KYC ഇല്ലാതെ ആൾക്കാർക്ക് നിക്ഷേപം കൊടുക്കുന്നു, ലോൺ കൊടുക്കുന്നു, സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് ആരുടെയൊക്കെ പണമാണ്, ഏത് രീതിയിൽ വന്ന പണമാണ് എന്ന് കണ്ടുപിടിക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ തീവ്രവാദികളുടേതായിരിക്കാം, സാമൂഹ്യ വിരുദ്ധരുടേതായിരിക്കാം, നികുതി വെട്ടിപ്പുകാരുടേതായിരിക്കാം, കൊള്ളക്കാരുടേതായിരിക്കാം, വിദേശികളുടേതായിരിക്കാം, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയിരിക്കാം, കോൺഗ്രസിൻ്റെതായിരിക്കാം, അഴിമതി പണമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും രാജ്യത്തുള്ള നിയമത്തിന് വിധേയമായി തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ നിയമത്തെയും കേന്ദ്രത്തെയും ചാടി എതിർക്കുന്നതിന്റെ പിന്നിൽ വളരെ ഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട്, ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട്, ഇതൊക്കെ ഇവിടെ ഒളിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയായിട്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങളെ കണ്ടിരുന്നത്. ഇപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങളിൽ പിടിമുറുകുന്നു, നിയമം വരുന്നു, നികുതി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉടനുടൻ അടിക്കടി വിദേശത്ത് പോകേണ്ടി വരുന്നു. അങ്ങ് കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രി മരിച്ചു കിടക്കുമ്പോൾ ദുഃഖ ആചരണത്തിനിടയിലും രാഹുൽ ഗാന്ധിക്ക് വിദേശത്ത് പോകേണ്ടി വരുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഈ രാജ്യത്തിനകത്ത് ഇനി കള്ളപ്പണം പൂഴ്ത്തി വെക്കാൻ കഴിയില്ല, കണ്ടുപിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവരുടെയൊക്കെ രഹസ്യ നിക്ഷേപങ്ങളെ വിദേശത്തേക്ക് കടത്തി സുരക്ഷിതമാക്കാനുള്ള നീക്കങ്ങളല്ലേ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ പിന്നെ ഇവർ എന്തിനു പോകുന്നു അവർ പറയുന്നില്ലല്ലോ. അതീവ ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുന്നവർ വരുന്നതും കണ്ടാൽ ടൂർ പോയിട്ട് വരുന്ന പോലെ ഭാര്യയും മക്കളും പരിവാരങ്ങളും എല്ലാമായിട്ട് അടിച്ചു പൊളിച്ച് തകർത്തിട്ട് വരികയാണ്. അപ്പോൾ എന്തിനാണ് ഈ പോകുന്നത്? ഇതൊക്കെ ഗൗരവപൂർവമായി കേരളം ചിന്തിക്കേണ്ടതാണ്. പ്രബുദ്ധ മലയാളി ഈ വസ്തുതകളിലേക്ക് കണ്ണു തിരിച്ചിട്ടില്ല എങ്കിൽ പ്രബുദ്ധ മലയാളി കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന പണം ഈ പറയുന്ന കൊള്ളക്കാർ കൊണ്ടുപോകും. അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സിന്ദാബാദ് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വിളിച്ചിടത്തോളം സിന്ദാബാദുകളും ഉയർത്തിയ പ്രതിരോധങ്ങളും നടത്തിയ സമരങ്ങളും 8 നിലയിൽ പൊട്ടി പാളീസായി പോയതും നമ്മൾ കണ്ടു. അവസാനം കേന്ദ്രത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ മുച്ചൂടും മുടിഞ്ഞ ശേഷം എന്തിനാ കീഴടങ്ങുന്നത്? സത്യസന്ധമായി, ന്യായമായി, നമുക്ക് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായി മുന്നോട്ട് പോയാൽ പോരെ എന്ന് മലയാളി ചോദിക്കണം. ഇല്ലെങ്കിൽ മലയാളിയാണ് ഇല്ലാതാവുക. ഇവർക്കൊക്കെ ഇവർ വിദേശത്ത് കൂട്ടിവെച്ചിരിക്കുന്ന പണം സുഖമായിട്ട് ഉപയോഗിച്ച് നാളെ ഒരു വിമാനം കയറി ഇവർക്കെല്ലാം അവിടെ പോയി പൗരത്വം എടുത്ത്, അത്രമാത്രം പണം ഉണ്ടല്ലോ, പൗരത്വം എടുത്ത് അവിടെ സുഖമായിട്ട് അടിച്ചുപൊളിയായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ ഒക്കെ മക്കളും അവരുടെയൊക്കെ ജീവിത പങ്കാളികളും വിദേശത്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവര് ധവളപത്രം ഇറക്കട്ടെ. എന്റെ മക്കൾ എവിടെയാ പഠിക്കുന്നത്, എന്റെ മക്കൾ എവിടെയാ ജോലി ചെയ്യുന്നത്, എന്റെ ഭാര്യ അല്ലെ എന്റെ ഭർത്താവ് എന്താ വിദേശത്തെ പരിപാടി എന്നവര് കൃത്യമായിട്ട് തുറന്നു പറയാൻ തയ്യാറാവട്ടെ. അതുമില്ലല്ലോ. അപ്പോൾ ഗൗരവപരമായി പ്രബുദ്ധ മലയാളി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യില്ല, മുഖ്യധാരാ പത്രങ്ങൾ ഇത് ചർച്ച ചെയ്യില്ല. കാരണം അവർക്കൊക്കെ ആവോളം വാരിക്കോരി കൊടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഉള്ള യൂട്യൂബ് ചാനലുകളിലൂടെ മാത്രമേ നമുക്ക് ഈ അപകടം മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സാറേ, മറ്റൊന്നാണ് ഇപ്പോ ഇത് ഇവർക്ക് കേന്ദ്ര വിരുദ്ധ നയം അതല്ലെങ്കിൽ കേന്ദ്രം ജനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര നാൾ ഇവർക്ക് ഈ ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യം. മറ്റൊന്ന്, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും സാർ? ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തമമായ തെളിവാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിന്റെ ഗവൺമെന്റ്. അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെയുടെ വലിയ പ്രക്ഷോഭത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അണ്ണാ ഹസാരയെ മുതലെടുത്ത് രാഷ്ട്രീയക്കാരെ മുഴുവൻ ചീത്ത പറഞ്ഞ് രാഷ്ട്രീയം കൊടും പാപമാണെന്ന് പറഞ്ഞ കേജ്രിവാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ സൗജന്യങ്ങൾ വാരിക്കോരി കൊടുത്തു, ജനങ്ങളെ കണ്ണിപ്പൊടിയിട്ടു. എന്നിട്ട് മറുവശത്തുകൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കപട മദ്യനയം കൊണ്ടുവന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള നടത്തി ഇപ്പൊ ജയിലിൽ കിടക്കുക.
അപ്പൊ അഴിമതിക്കെതിരെ വന്ന ഒരു പ്രസ്ഥാനമാണ് അഴിമതിയുടെ പേരിൽ ജയിലിൽ പോയത്. ഇത് തന്നെ കേരളത്തില് ആവർത്തിക്കും. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുകയും അവസാനം അവർ സ്വയം തകർന്നു വീഴുകയും ചെയ്യും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡൽഹി. ഇനി കേരളം ഇതേപടിയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവാക്കൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഇവരെല്ലാം വിദേശത്തേക്ക് പലായനം ചെയ്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിനുള്ളിലുണ്ടായിരുന്ന വ്യവസായികൾ, ബിസിനസ്സുകാർ, വൻതോതിലുള്ള കൃഷിക്കാർ ഇവരെല്ലാം വിദേശത്തേക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഗതി കിട്ടാത്ത കുറെ ആൾക്കാരുടെ പ്രേതങ്ങളായി മാത്രം കേരളം അവശേഷിക്കും. അതായത് കൊടി, മുദ്രാവാക്യം, പോസ്റ്റർ ഒട്ടിക്കൽ, അടിപിടി, അക്രമം, കൊലപാതകം ഇങ്ങനെയുള്ള തക്കട തരികിട പരിപാടികളുമായി ജീവിക്കുന്ന അങ്ങേയറ്റത്തെ അന്തം കമ്മികളും അതുപോലെ കൊങ്ങികളും ഒക്കെ മാത്രമായിരിക്കും കേരളത്തിൽ അവശേഷിക്കുക. പക്ഷെ അവർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ സാർ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയാം? നമുക്ക് ഇവിടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ 70% ജനങ്ങളും സാമ്പത്തികമായി കടക്കണിയിലെത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. 2 തലമുറ മുമ്പ്, വേണ്ട ഒരു 40 കൊല്ലം മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കൂ, വേണ്ട ഒരു 30 കൊല്ലം മുമ്പ്, 2000-ന് മുൻപ്, 24 വർഷം മുമ്പ് കേരളത്തിലെ കുടുംബങ്ങളൊക്കെ തന്നെ സാമ്പത്തിക ഭദ്രരായിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം എല്ലാം കഴിഞ്ഞ് ചെറിയ തോതിലാണേലും വലിയ തോതിലാണേലും ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആവശ്യത്തിന് സ്വർണം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കാർഷിക മേഖലയിൽ നിന്ന് കാർഷിക വരുമാനം, കാർഷിക വിളകൾ കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കൃഷി ഒരു ഉപജീവന മാർഗമായി വലിയൊരു ജനവിഭാഗം കണ്ടിരുന്നു. ഇന്ന് നോക്കൂ, കേരളത്തിൽ കൃഷി ചെയ്യുന്നവനെല്ലാം നഷ്ടമാണ്. കേരളത്തിലെ എല്ലാ വീടുകളിലും കടക്കണിയിലെത്തിയിരിക്കുന്നു. കേരളത്തിലെ എല്ലാ വീട്ടിലും സ്വർണം പണയം വെച്ചിരിക്കുന്നു. ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പുറമെ ഭാവിക്കുന്ന മലയാളികളിൽ 70% പേരും സാമ്പത്തിക കടക്കണിയിൽ പെട്ടിരിക്കുന്നു. അവരെല്ലാവരും തന്നെ ലോൺ എടുത്തിരിക്കുന്നു, ചിട്ടി പിടിച്ചിരിക്കുന്നു, സ്വർണം പണയം വെച്ചിരിക്കുന്നു. അങ്ങനെ എടുക്കുന്നതിന്റെ മുകളിൽ കൂടുതൽ കൂടുതൽ എടുത്തെടുത്ത് കുമിഞ്ഞു കൂടി സാമ്പത്തികമായി തകരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം വിചാരിക്കും, ഇതൊക്കെ ഓരോ വ്യക്തികളുടെ കുറ്റമല്ലേ എന്ന്. ഒരിക്കലുമല്ല. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ കേരളത്തിന് പുറത്ത് 200, 300, 400 രൂപ പണിക്കൂലിയുള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷെ കേരളത്തിനുള്ളിലേക്ക് വരുമ്പോൾ അത് 1200 രൂപ എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി 4 ഇരട്ടി പണിക്കൂലിയാണ്. അപ്പോൾ പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അത് പാവങ്ങൾക്ക് പണം കിട്ടുന്നതിൽ എന്താ നിങ്ങൾക്ക് എത്ര കുഴപ്പം? പാവങ്ങൾ സമ്പന്നരാവണ്ടേ? ആവണം. എന്നിട്ട് പാവങ്ങൾ സമ്പന്നരായോ? പാവങ്ങളെ സംബന്ധിച്ച് 1500 രൂപ പണിക്കൂലി കിട്ടുന്നവനും പിറ്റേ ദിവസം രാവിലെ ചായ കുടിക്കണമെങ്കിൽ 10 രൂപ കടം മേടിക്കേണ്ട അവസ്ഥ വന്നു. അതെന്തുകൊണ്ട് വന്നു? ഇതാരും ചിന്തിക്കുന്നില്ല. ഗൾഫ് നാടുകളിൽ പോയിട്ട് വരുന്നവർ സാമ്പത്തിക ഭദ്രതയുണ്ടായി. ഇന്ന് ഗൾഫിൽ പോയി വരുന്നവർ തെണ്ടി നടക്കുകയാണ്. ഇതെന്തുകൊണ്ട് വന്നു? കേരളത്തിൽ വന്ന് 40 ലക്ഷം പേര് അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നു. അവർ 40,000 കോടി രൂപ പ്രതിവർഷം ആ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നവർ പലരും പിന്നെ തിരിച്ചു വരുന്നില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ മലയാളി തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഞാൻ ഒരു നിസ്സംശയം പറയാം, സകല മലയാളികളും കേരളം വിട്ട് ഓടേണ്ടി വരും. കുറെ രാഷ്ട്രീയക്കാരും മാത്രം ഇവിടെ അവശേഷിക്കും. കൊള്ളക്കാരും അവരെ ചുറ്റിപ്പറ്റിയുണ്ടാവും. പക്ഷേ കേന്ദ്ര നിയമങ്ങളെ എതിർത്തുകൊണ്ട് ഇവർക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഒരു കാലത്ത് ഇവർ പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല. ഇവരൊക്കെ തന്നെ തകർന്നു വീഴും. അതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തകർന്നു വീണ പ്രത്യയശാസ്ത്രങ്ങളുടെ നേതാക്കന്മാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എന്ന വ്യത്യാസമില്ലാതെ, ഇടത് വലത് മുന്നണി വ്യത്യാസമില്ലാതെ കേരളത്തിൽ നിന്നാൽ മാത്രം ജയിക്കുന്ന പാർലമെന്റ് അംഗങ്ങളായി മാറി, കേരളത്തിൽ മാത്രം അധികാരമുള്ള മുന്നണികളായി മാറി കേരളം ഒറ്റപ്പെടുകയാണ്. അതുകൊണ്ട് അതിന്റെ ഭാഗമായി തീർന്ന് മലയാളി അസ്തമിക്കരുത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഗൗരവപൂർവ്വം മലയാളി ചിന്തിക്കണം, പരസ്പരം ചർച്ച ചെയ്യണം. നമ്മുടെ ഈ ചർച്ച തന്നെ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്തു കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്നൊന്ന് അന്വേഷിക്കട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ബൈജുവിനെ കേൾക്കുന്ന ഈ ഒരു ചർച്ച ശ്രദ്ധിക്കുന്ന മലയാളികളോട് എനിക്കുള്ള ഒരു വലിയ അഭ്യർത്ഥന, മുഴുവൻ മലയാളികളിലേക്കും ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് കൊടുക്കാനെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് കേരളത്തോട് അത്രയുമെങ്കിലും കൂറും നന്ദിയും പുലർത്താൻ സാധിക്കും എന്നാണ്.
ഞാന് മൊബൈലിൽ തിരയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു നാസറോ അങ്ങനെ എന്തോ പറയുന്ന ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. അയാള് ഒരു ലൈവ് ഇട്ടതാണ്. അയാൾ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നല്ല. അയാളെ ഒരു വിഷമം പങ്കുവെച്ചൊരു വലിയ വീഡിയോ ഉണ്ട്. അത് തന്ന സന്ദേശം വലുതാണ്. കാരണം പുള്ളിയുടെ വാഹനത്തിൽ ഏതോ ഒരു പ്രായം കൂടിയ ആൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ വേണ്ടി കയറുന്നു. ആ കയറുന്ന സമയത്ത് ആ വയസ്സായ ആൾക്ക് ഫോൺ കോൾ വരുന്നു. അതിൽ അദ്ദേഹത്തോട് ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറയുന്നതിന്റെ അവസാനം ആത്മകഥം എന്ന രീതിയിൽ ഈ ഡ്രൈവറോട് ഇയാൾ പറയുന്നത്, എന്താ ചെയ്യാ മോനെ, പൈസ ഒന്നിനും തികഞ്ഞില്ല, അത് വാങ്ങാൻ പറ്റിയില്ല, ഇത് വാങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അതൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത് വലിയ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. അയാൾ പറഞ്ഞിത്രയാണ്, എന്തിനാണ് ഞങ്ങൾ പാവങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞ് നിങ്ങളെ, അയാളെ ഒരു സഖാവാണ് എന്നുള്ളത് കൂട്ടിച്ചേർക്കട്ടെ, ഞങ്ങൾ നിങ്ങളെ രണ്ടാമതും മൂന്നാമതും ഒക്കെ അധികാരത്തിൽ കയറ്റിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ BJPന്റെയും RSSന്റെയും കുറ്റം പറഞ്ഞിട്ട് ഈ കേരളത്തിൽ മാത്രമല്ലേ ഈ അവസ്ഥയുള്ളൂ. ഞാൻ അന്യ സംസ്ഥാനത്തൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. അവിടെ ഇതില്ല, ഇവിടെ ഈ പ്രശ്നമില്ല, ആ പ്രശ്നം ഒന്നും അവിടങ്ങളിലില്ല, ഇതെനിക്ക് അറിയാം. ഇവിടെ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അയാളുടെ പേര് നാസറാണ് എന്ന് എന്റെ ഓർമ്മ ആണെങ്കിൽ തിരുത്താം, അത്തരത്തിലുള്ള ആ ഒരു മനുഷ്യൻ പറഞ്ഞത് മാത്രമേ ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളൂ. കാരണം കേരളത്തിന്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കാലത്ത് ഇവിടെ ഉൽപാദക സംസ്കാരമായിരുന്നെങ്കിൽ ഇന്ന് ഉപഭോക്തൃ ആ ഒരു സംസ്കാരത്തിലേക്ക് മാറി എന്തിനും വേണ്ടിയും അന്യ സംസ്ഥാനങ്ങളെ യാചിച്ച് കൈനീട്ടി നിൽക്കുക, അതും അവർ തരുന്നത് വിഷം കലർത്തിയ ആ ഉൽപ്പന്നങ്ങളാണ് എന്ന് അറിഞ്ഞിട്ടും മലയാളിക്ക് അത് തിന്നേണ്ടി വന്നത് മലയാളിയുടെ ഈ പ്രബുദ്ധനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, സ്വയം മേനി നടിച്ച് നടക്കുന്ന ഈ അമിതമായിട്ടുള്ള ഈ വിനയം ഈ രാഷ്ട്രീയ അടിമത്തം കൊണ്ട് തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ ഒരു 70കളിലെയോ അല്ലെങ്കിൽ 80കളിലെയോ ആളുകളോട്, ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളോട്, ഇന്നത്തെ തലമുറയായാലും ഇനി അന്നത്തെ തലമുറ ബോധമുദിക്കാതെ അടിമത്തം പേറി നടക്കുന്ന തലമുറയായാലും ഒന്ന് ചിന്തിച്ചു നോക്കുക. പഴയ കാലത്തെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ തന്നെ കേരളം മതപ്പതിച്ച് തകർന്നടിഞ്ഞ ഈ അവസ്ഥയിലും രാഷ്ട്രീയ ജാതി മത അടിമത്തം വിട്ടുകൊണ്ട് ഇനിയും ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് തന്നെയാണ് ജയസൂര്യൻ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സെഷൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ജയസൂര്യൻ സാറിന്റെ പെർമിഷനോടുകൂടി നാം മറ്റൊരു വിഷയമായിട്ട് പിന്നീട് വരാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.